ഒരു ചക്രവർത്തിയായിരുന്നില്ല, മറിച്ച് ലോകത്തിലേക്ക് വെളിച്ചമായി വന്നവൻ. ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കാനുള്ളവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കും. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമായി വചനം ജഡമായി തീർന്നു. പ്രാർത്ഥനയും ഉപവാസവുമായി ഇനി എത്ര നാൾ കൂടി കാത്തിരിക്കണം? എന്റെ കർത്താവേ, പുത്ര സൗഭാഗ്യമില്ലാത്തവനായി മുദ്രകുത്തി ജെറുസലേം ദേവാലയത്തിൽ കയറുവാൻ എന്നെ വിലക്കിയത് നിന്റെ ദൈവമായ കർത്താവാണ്. ദൈവത്താൽ വെറുക്കപ്പെട്ടവനെന്ന് എല്ലാവരും കളിയാക്കി വിളിക്കുന്നത് കേൾക്കാൻ ഇനിയും എന്തിനാണ് ഈ ജന്മം? താവിനെതിരെ പെറുപെറുക്കുന്നത് നിർത്തും. ഒരു പൊടിക്ക് സമയായ മനുഷ്യ ജന്മത്തിന് വേണ്ടതെന്തെന്ന് അവിടത്തേക്ക് നന്നായി അറിയാം. എല്ലാവരുടെയും അവഹേളന വാക്ക് കേട്ട് എനിക്കിനി ജീവിക്കാൻ വയ്യ. കുറുക്കന്മാരും കഴുകന്മാരും പതിയിരിക്കുന്ന മരുഭൂമി തന്നെ എനിക്ക് ശരണം. ചെടികളും മരങ്ങളും പൂവണിഞ്ഞും ഫലങ്ങൾ നൽകുന്നു. പക്ഷിമൃഗാദികൾ പെറ്റുപെരുകുന്നു. ബന്ധുമിത്രാദികൾ അവരുടെ ഭവനങ്ങളിൽ സന്താനങ്ങളുമായി സമൃദ്ധമായി വസിക്കുന്നു. എന്നെയും യോവാക്കിമിനെയും നീ ഉപേക്ഷിച്ച കർത്താവേ, അല്ല, ദൈവം നിന്നെ മറന്നിട്ടില്ല. നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അങ്ങനെ യോവാക്യമിനും ഹന്നയ്ക്കും ദൈവം സുന്ദരിയായ ഒരു മകളെ കൊടുത്തു. അവർ അവളെ മറിയ എന്ന് വിളിച്ചു. യഹൂദയുടെ അതിർത്തികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഹേരോദ്യ, അന്തിപ്പാസിന്റെ പിതാമഹൻ ഹേരോദ്യ ചക്രവർത്തി ഈ മകന്റെ രക്തം കണ്ട് ക്ഷീണിച്ചു പോകും. ഹലോ, എന്നെ കൊല്ലരുത്. താളം തരണമായി ഈ അന്തിപ്പാസ് ഉള്ളപ്പോൾ ഹേരോദ്യ ചക്രവർത്തി എന്തിനു ഭയപ്പെടണം? അന്തിപ്പാസ് ചക്രവർത്തി എന്ന് സ്വയം അഭിമാനിക്കാമെന്നേ ഉള്ളൂ. റോമൻ ആധിപത്യത്തിന്റെ കളിപ്പാവകൾ മാത്രം. ഈ വാളിന്റെ മുനയ്ക്ക് മുന്നിൽ അറ്റുവീഴുന്ന വേരുകൾ മാത്രമേ ഈ പാലസ്തീൻ അതിർത്തിയിൽ ഉള്ളൂ പിതാവേ. അല്ല മകനെ, നിനക്ക് തെറ്റി. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ആരെന്ന് പറഞ്ഞാലും പിതാവേ, നാം യുദ്ധം പ്രഖ്യാപിക്കാം. ഏത് നാട്ടിലെന്ന് പറഞ്ഞാലും നാം അന്വേഷിക്കാം. എത്ര ചിന്തിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല മകനെ. കാലപ്രയാണത്തെ നിശ്ചലമാക്കുന്ന സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഒരേ ഒരു വഴിയാണ് ഞാൻ കാണുന്നത്. ജ്ഞാനികളെ വിളിച്ചു വരുത്തുക. ഏകദേശം അവൻ ജനിക്കാൻ പോകുന്ന സമയവും കണക്കാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും വധിക്കുക. ഞാൻ ആ സമയത്ത് ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ നീ ഇത് ചെയ്തു കൊള്ളണം മകനെ. ജെറുസലേം കേന്ദ്രമാക്കി പാലസ്തീൻ മുഴുവൻ റോമൻ ആധിപത്യത്തിന് കീഴിൽ കഴിഞ്ഞിരുന്ന കാലം. ചരിത്രം വഴിമാറി ഒഴുകുന്നത് യൂദിയ പട്ടണത്തിനടുത്തുള്ള ബത്ലഹേം എന്ന ഈ ചെറുഗ്രാമത്തിൽ നിന്നാണ്. അമ്മേ, നമ്മൾ എന്തിനാണ് ഈ ചടങ്ങിന് വന്നിരിക്കുന്നത്? മറിയം, നിനക്ക് 14 വയസ്സായിരിക്കുന്നു. നമുക്കാണെങ്കിൽ പ്രായമേറെയായി. നിന്നെ വിവാഹം കഴിച്ചയച്ചാൽ മാത്രമേ എനിക്ക് സമാധാനത്തോടെ മരിക്കാൻ കഴിയൂ. അമ്മേ, ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ചതാണ് എന്റെ ഈ ജീവിതം. എനിക്ക് വിവാഹം വേണ്ടമ്മേ. കുഞ്ഞെ, ദൈവത്തിന്റെ ഇഷ്ടം ഇപ്പോൾ നിന്റെ അനുസരണമാണ്. ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് മറിച്ചൊന്നും ചിന്തിക്കാനില്ല. പക്ഷേ ഇത്രയും യുവാക്കളിൽ നിന്നും എന്റെ പങ്കാളിയെ ഞാൻ എങ്ങനെ അറിയാം? നീ അവരെ എല്ലാം സൂക്ഷിച്ചു നോക്കൂ. അവരുടെ എല്ലാം കയ്യിലിരിക്കുന്ന
വടി നീ കാണുന്നില്ലേ? എനിക്ക് കാണാം അവരെന്തിനാണ് വടി പിടിച്ചിരിക്കുന്നത്. സൂക്ഷിച്ചു നോക്കുക. നിനക്കുള്ള ഭർത്താവിനെ ഉടൻ തന്നെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും.